Hi everybody. Again we are in our next class. I think all you have understanding my class because I created one group for you for discuss about the history and for ask doubts and submit note and assignments. No one didn't ask any doubts related to our history portion. So I conclude that all you can understand it. Okay, again I saying to you, if you have any doubt, you can ask. Okay, then we want to continue our chapter. Last day we discussed about the company, British East India Company and Nawabs fought several times. They conducted confrontations and again reached because of that reached the famous battle, that is Battle of Plassey. ബംഗാളിലുള്ള നവാബ്സും ബ്രിട്ടീഷേഴ്സും തമ്മിൽ ഏറ്റുമുട്ടലുകൾ ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ അത് അവസാനം ഫേമസ് ആയിട്ടുള്ള പ്ലാസി യുദ്ധത്തിൽ എത്തിച്ചേർന്നു. ബാറ്റിൽ ഓഫ് പ്ലാസിയിൽ റീച്ചഡ്. Then what about the Battle of Plassey we needed to study today? Take your 12th page. If you didn't get your textbook, you can listen. Okay, the Battle of Plassey. When Alivardi Khan died in 1756, Sirajud-Dowla became the Nawab of Bengal. Last day we saw the powerful Nawabs of Bengal. They were under the Mughal empires. So when Alivardi Khan died in 1756, after Alivardi Khan, he was a Nawab. After Alivardi Khan, Sirajud-Dowla became the Nawab of Bengal. പിന്നീട് സിറാജുദ്ദൗല എന്ന് പറയുന്ന നവാബാണ് ബംഗാളിൽ വന്നത്. The company was worried about his power. Sirajud-Dowla was a powerful ruler. Company was worried about his power and keen on a puppet ruler. Keen on a puppet ruler എന്ന് പറഞ്ഞാൽ ഇയാളൊരു പപ്പറ്റ് റൂളർ ആക്കാൻ ശ്രമിക്കുക. Who is puppet here? Who would willingly give trade concessions and other privileges. അയാളുടെ സ്വന്തം ഇഷ്ടപ്രകാരം കച്ചവടത്തിനുള്ള ആനുകൂല്യങ്ങളും പ്രിവിലേജസ് സ്വാതന്ത്ര്യം ഇവർക്ക് കൊടുക്കുന്ന ഒരു റൂളറായിട്ട് ഇയാളെ ആക്കാൻ വേണ്ടി ഇവർ ശ്രമിച്ചുകൊണ്ടിരുന്നു. ദാറ്റ് ഈസ് കീൻ ഓൺ എ പപ്പറ്റ് റൂളർ. പപ്പറ്റ് റൂളർ മീൻസ് ഇവർക്ക് ആവശ്യമുള്ള രീതിയിൽ ഭരിക്കുന്ന ആൾ. ഹിയർ പപ്പറ്റ് എന്നുള്ള വേർഡ് എക്സ്പാൻഷൻ, ലിറ്ററലി എ ടോയ് that you can move with the strings. Puppet എന്ന് പറഞ്ഞാൽ ലിറ്ററൽ മീനിങ്, ഡിക്ഷണറി മീനിങ് എന്താണ്? ഒരു സ്ട്രിങ് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു റിമോട്ട് കൺട്രോൾ വെച്ചിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടോയാണ് പപ്പറ്റ് എന്നുകൊണ്ട് ആക്ച്വലി യൂസ് ചെയ്യുന്നത്. ദ ടേം ഈസ് യൂസ്ഡ് ഡിസപ്രൂവിംഗ്ലി ടു റെഫർ ടു എ പേഴ്സൺ ഹു ഈസ് കൺട്രോൾഡ് ബൈ സംവൺ എൽസ്. എന്നാൽ ടേം ഇവിടെ യൂസ് ചെയ്യുന്നത് എന്താണ്? ഒരാളെയാണ്. ഹു ഈസ് കൺട്രോൾഡ് ബൈ സംവൺ എൽസ്, മറ്റൊരാളാൽ നിയന്ത്രിക്കുന്ന ഒരാളെയാണ് എന്ത് പറയുന്നത്? പപ്പറ്റ് എന്ന് പറയുന്നത്. അതായത് ബ്രിട്ടീഷേഴ്സ് ആവശ്യപ്പെടുന്നത് പപ്പറ്റ് റൂളറെയാണ്. പപ്പറ്റ് റൂളർ ആവാന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷേഴ്സ് ആവശ്യപ്പെടുന്നതിനനുസരിച്ച് ഭരിക്കുന്ന ആൾ. ബ്രിട്ടീഷേഴ്സ് ആവശ്യപ്പെടുന്ന രീതിയിൽ ട്രേഡിനുള്ള കൺസെഷൻസും പ്രിവിലേജസും കൊടുക്കുന്ന ആളുകൾ. ഇവരെന്ത് ചെയ്തു? സിറാജുദ്ദൗലയുടെ പവറിൽ ഇവർ വറീഡ് ആയിരുന്നു. ആൻഡ് ഓൾസോ കീൻ ഓൺ എ പപ്പറ്റ് റൂളർ എന്ന് പറഞ്ഞാൽ പപ്പറ്റ് റൂളർ ആക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരുന്നു സിറാജുദ്ദൗലയെ. ഓക്കെ, ഫോർ ട്രേഡ് കൺസെഷൻസ് ആൻഡ് പ്രിവിലേജസ്. സോ ഇറ്റ് ട്രൈഡ് ദോ വിത്തൗട്ട് സക്സസ്. ട്രൈ ചെയ്തുകൊണ്ടിരുന്നു ഫോർ വിച്ച് മേക്ക് എ പപ്പറ്റ് റൂളർ ഫ്രം സിറാജുദ്ദൗല, ബട്ട് ദോ വിത്തൗട്ട് സക്സസ്. എന്നാൽ ഇവർ വിജയിച്ചില്ല ഒരു പപ്പറ്റ് റൂളർ ആക്കുന്നതിന് വേണ്ടിയിട്ട്. ടു ഹെൽപ്പ് വൺ ഓഫ് ദ സിറാജുദ്ദൗലാസ് റിവൽ ബിക്കം ദ റൈവൽസ് ബിക്കം ദ നവാബ്. എന്നാൽ എന്ത് ചെയ്തു? ഒരാളെ ഇവർ ഹെൽപ്പ് ചെയ്തു, സിറാജുദ്ദൗലയുടെ ഒരു ശത്രുവിനെ. എന്നിട്ടൊരു വാക്ക് കൊടുക്കുന്നത് സിറാജുദ്ദൗലയുടെ റൂളിന് ശേഷം നിങ്ങളെ നവാബാക്കാമെന്ന് സിറാജുദ്ദൗലയുടെ റൈവലിന് എന്ത് ചെയ്തു? പറഞ്ഞിട്ടൊരു ഹെൽപ്പ് കൊടുത്തു. ഓക്കെ, ആൻഡ് ഇൻഫ്യൂരിയേറ്റഡ് സിറാജുദ്ദൗല. ഓക്കെ, ഹിയർ ടു ഹെൽപ്പ് വൺ സിറാജുദ്ദൗലാസ് റൈവൽസ് ബിക്കം ദ നവാബ്. സിറാജുദ്ദൗലയുടെ ഒരു ശത്രുവിനെ നവാബാക്കുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്തു. അതെന്ത് ചെയ്തു? ഇൻഫ്യൂരിയേറ്റഡ് സിറാജുദ്ദൗല ആസ്ക്ഡ് ദ കമ്പനി ടു സ്റ്റോപ്പ്
മെഡ്ലിങ് ഇൻ ദ പൊളിറ്റിക്കൽ അഫയേഴ്സ് ഓഫ് ഹിസ് ഡൊമൈൻ. എന്നാൽ ഈ കാരണം കൊണ്ട് ഇൻഫ്യൂരിയേറ്റഡ് ആയി സിറാജുദ്ദൗല. ഇൻഫ്യൂരിയേറ്റഡ് മീൻസ് ബിക്കെയിം വെരി ആംഗ്രി അല്ലേ, ഭയങ്കര എന്താണ് ദേഷ്യം ഉണ്ടായി സിറാജുദ്ദൗലയ്ക്ക്. എന്നിട്ട് എന്ത് ചെയ്തു, സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. മെഡ്ലിങ് ഇൻ ദ പൊളിറ്റിക്കൽ അഫയേഴ്സ് ഇൻ ഹിസ് ഡൊമീനിയൻ, അയാളുടെ ഏരിയയിലെ പൊളിറ്റിക്കൽ അഫയേഴ്സിൽ മെഡ്ലിങ് മീൻസ് ഇടപെടുന്നതിന് നിർത്താൻ പറഞ്ഞു. ആൻഡ് ഓൾസോ സ്റ്റോപ്പ് ഫോർട്ടിഫിക്കേഷൻ, കോട്ട കെട്ടുന്നത് നിർത്താൻ പറഞ്ഞു. ആൻഡ് പേ ദ റവന്യൂസ് പേ ചെയ്യേണ്ടിയിരുന്നില്ല അവർക്ക്, ആ റവന്യൂസ് എല്ലാം പേ ചെയ്യാനും സിറാജുദ്ദൗല ഓർഡർ കൊടുത്തു ടു ദ കമ്പനി. ആഫ്റ്റർ ദ നെഗോസിയേഷൻ ഫെയിൽഡ്. എന്നാൽ ബ്രിട്ടീഷേഴ്സിന് എന്ത് വേണം, ഇതെല്ലാം ഫോർട്ട് ഉണ്ടാക്കണം, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ അഫയേഴ്സിൽ ഇവർ ഇൻ്റർഫിയർ ആവാൻ തുടങ്ങി. ആൻഡ് ഓൾസോ ഇവർക്ക് എന്താണ് റവന്യൂ പേ ചെയ്യാൻ വിസമ്മതിച്ചു. അതിനുവേണ്ടി ഇവരെന്ത് ചെയ്തു, ഒരുപാട് നെഗോസിയേഷൻസ് നടത്തി. നെഗോസിയേഷൻസ് മീൻസ് ചർച്ചകൾ നടത്തി നവാബ്സായിട്ട്. എന്നാൽ ഇതെല്ലാം ഫെയിലായി. ഒരു കാരണവശാലും നവാബ്സ് എന്ത് ചെയ്യുന്നില്ല, ഈ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നില്ല. ദ നവാബ് മാർച്ച് വിത്ത് 30,000 soldiers to the English factory at കാസിം ബസാർ. വെസ്റ്റ് ബംഗാളിലുള്ള കാസിം ബസാർ എന്നുള്ള പ്ലേസിലോട്ട് 30,000 സോൾജിയേഴ്സുമായിട്ട് നവാബ്സ് എന്ത് ചെയ്തു, മാർച്ച് ചെയ്തു. ക്യാപ്ചേർഡ് ദ കമ്പനി ഓഫീഷ്യൽസ്, അവിടെയുള്ള കമ്പനി ഓഫീഷ്യൽസിനെ ദേ ക്യാപ്ചേർഡ്, പിടിച്ചടക്കി. ആൻഡ് ലോക്ക്ഡ് ദ വെയർ ഹൗസ്, ഇവരുടെ ഗുഡ്സ് സ്റ്റോർ ചെയ്തിരുന്ന പ്ലേസസ് എല്ലാം ലോക്ക് ചെയ്തു. ദെൻ ആൻഡ് ഡിസാംഡ് ഓൾ ഇംഗ്ലീഷ്മെൻ, എല്ലാ ഇംഗ്ലീഷ്മെൻസിനും എന്ത് ചെയ്തു, ഡിസാം ചെയ്ത മീൻസ് റിമൂവ് ദെയർ ആംസ്. ആൻഡ് ബ്ലോക്കേഡഡ് ഇംഗ്ലീഷ് ഷിപ്സിനെ മൂവ് ചെയ്യാൻ സമ്മതിക്കാതെ ബ്ലോക്കേഡ് ചെയ്തു. ദെൻ ഹി മാർച്ച്ഡ് ടു കൽക്കട്ട ടു എസ്റ്റാബ്ലിഷ് കൺട്രോൾ ഓവർ ദ കമ്പനീസ് ഫോർട്ട് ദർ. കൽക്കട്ടയിലും ബ്രിട്ടീഷേഴ്സിന് കമ്പനിയുണ്ട്, വിച്ച് കോട്ടയുണ്ട്. ആ ഫോർട്ടിലോട്ടും ഇവർ എന്ത് ചെയ്തു, നവാബ്സ് മാർച്ച് ചെയ്തു മീൻസ് ദേ went with their soldiers. What is the saying in the first paragraph? When Alivardi Khan died in 1756, Sirajuddaulah became the Nawab of Bengal. The company was worried about his power. അയാളുടെ പവറിനെ കുറിച്ച് ഇവർക്ക് എന്താണ് പേടിയുണ്ടായിരുന്നു. ആൻഡ് keen on a puppet ruler who would willingly give trade concession and other privileges. ട്രേഡ് കൺസെഷൻസും മറ്റുള്ള പ്രിവിലേജസ് എല്ലാം കൊടുക്കുന്ന ഒരു പപ്പറ്റ് റൂളർ ആക്കാൻ ഇവർ ശ്രമിച്ചുകൊണ്ടിരുന്നു. സോ ഇറ്റ് ട്രൈഡ് ദോ വിത്തൗട്ട് സക്സസ്, വിജയമില്ലെങ്കിലും ഇവർ ശ്രമിച്ചു. ടു ഹെൽപ്പ് വൺ സിറാജുദ്ദൗലാസ് റൈവൽസ് ബിക്കം ദ നവാബ്, സിറാജുദ്ദൗലയുടെ ശത്രുവിനെ നവാബാക്കുന്നതിന് വേണ്ടിയിട്ടും ഇവർ ട്രൈ ചെയ്തു. ബിക്കോസ് ഓഫ് ദാറ്റ് ഇൻഫ്യൂരിയേറ്റഡ് സിറാജുദ്ദൗല ആസ്ക്ഡ് ദ കമ്പനി ടു സ്റ്റോപ്പ് മെഡ്ലിങ് ഇൻ ദ പൊളിറ്റിക്കൽ അഫയേഴ്സ് ഓഫ് ഹിസ് ഡൊമീനിയൻ. സിറാജുദ്ദൗലയുടെ ഏരിയയിൽ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഇടപെടുന്നത് നിർത്താനും ഫോർട്ടിഫിക്കേഷൻ സ്റ്റോപ്പ് ചെയ്യാനും പൊളിറ്റിക്കൽ ആൻഡ് ഓൾസോ റവന്യൂ പേ ചെയ്യാനും ഓർഡർ ചെയ്തു സിറാജുദ്ദൗല. ആഫ്റ്റർ നെഗോസിയേഷൻസ് ഫെയിൽഡ്, ദ നവാബ് മാർച്ച്ഡ് വിത്ത് 30,000 soldiers to the English factory at Qasim Bazaar, captured the company officials, locked the warehouse, disarmed all Englishmen and blockaded English ships. Then he marched to Calcutta to establish control over the company fort there. Okay, the next paragraph. On hearing the news of the fall of Calcutta, the company officials in Madras sent forces under the command of Robert Clive, reinforced by naval fleet. On hearing the news of fall of Calcutta, കൽക്കട്ടയിൽ ചില ബ്രിട്ടീഷേഴ്സിന് പല ഓഫീസസും സിറാജുദ്ദൗല എന്ത് ചെയ്തു, കീഴടക്കി. അവിടെയുള്ള ആ ഫോള് കൽക്കട്ടയിലെ ഈ ന്യൂസ് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തു. കമ്പനി ഓഫീഷ്യൽസ് ഇൻ മദ്രാസിലുള്ള കമ്പനി ഓഫീഷ്യൽസ് എന്ത് ചെയ്തു, സെൻഡ് ഫോഴ്സസ് അണ്ടർ ദ കമാൻഡ് ഓഫ് റോബർട്ട് ക്ലൈവ്. റോബർട്ട് ക്ലൈവ് ഒരു കമാൻഡിങ് ഓഫീസറാണ്, സൈന്യത്തെ നയിക്കുന്ന ഒരാളായിരുന്നു റോബർട്ട് ക്ലൈവ്. റോബർട്ട് ക്ലൈവിൻ്റെ കൂടെ ഒരുപാട് സോൾജിയേഴ്സിനെ സെൻഡ് ചെയ്തു ടു കൽക്കട്ട. റീഇൻഫോഴ്സ്ഡ് ബൈ നേവൽ ഫ്ലീറ്റ്. നേവി മീൻസ് കപ്പൽ പടയാളികളെ, നേവൽ ഫ്ലീറ്റ് കപ്പലിലുള്ള പടയാളികളെ കൂടി കൂട്ടിയിട്ടാണ് റോബർട്ട് ക്ലൈവ് വെന്റ് ടു കൽക്കട്ട. ഓക്കെ, പ്രൊലോങ്ഡ് നെഗോസിയേഷൻസ് വിത്ത് നവാബ് ഫോളോഡ്. നവാബുമായിട്ട് നെഗോസിയേഷൻസ് ചർച്ചകൾ ഒരുപാട് നീണ്ടു നടന്നത്, ഒരുപാട് സമയം ചർച്ചകൾ നടത്തി ഈ ബാറ്റിൽ ഒഴിവാകാൻ. ഫൈനലി ഇൻ 1757
റോബർട്ട് ക്ലൈവ് ലെഡ് ദ കമ്പനീസ് ആർമി എഗെയിൻസ്റ്റ് സിറാജുദ്ദൗല അറ്റ് പ്ലാസി. അവസാന നെഗോസിയേഷൻസ് ഒന്നും വിജയിക്കുന്നില്ല എന്ന് കണ്ടു. സിറാജുദ്ദൗല യാതൊരു കാരണവശാലും വിട്ടുകൊടുക്കില്ല എന്ന് മനസ്സിലായപ്പോൾ 1757 റോബർട്ട് ക്ലൈവ് കമാൻഡിങ് ഓഫീസറായിട്ടിരുന്ന റോബർട്ട് ക്ലൈവ് എന്ത് ചെയ്തു, കമ്പനിയുടെ ആർമിയെ എന്ത് ചെയ്തു, നയിച്ചു എഗെയിൻസ്റ്റ് ദ സിറാജുദ്ദൗല അറ്റ് പ്ലാസി. പ്ലാസി എന്ന് പറഞ്ഞ പ്ലേസ് വെച്ചിട്ട്. സോ ഇറ്റ് ഈസ് നോൺ ആസ് ബാറ്റിൽ ഓഫ് പ്ലാസി. വൺ ഓഫ് ദ മെയിൻ റീസൺ, എന്നാൽ അതിൽ വെച്ചിട്ട് സിറാജുദ്ദൗല എന്ത് ചെയ്തു, ഡിഫീറ്റഡ് ആയി, പരാജയപ്പെട്ടു. വൺ ഓഫ് ദ മെയിൻ റീസൺ ഫോർ ദ ഡിഫീറ്റ് ഓഫ് നവാബ്, നവാബിൻ്റെ മെയിൻ സിറാജുദ്ദൗല എന്ന് പറഞ്ഞ നവാബ് ഡിഫീറ്റഡ് ആവാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സസ് ലെഡ് ബൈ മിർ ജാഫർ, വൺ ഓഫ് ദ സിറാജുദ്ദൗലാസ് കമാൻഡർ. സിറാജുദ്ദൗലയുടെ സോൾജിയേഴ്സിനെ നയിച്ചിരുന്നത് അയാളുടെ കമാൻഡറായിരുന്ന മിർ ജാഫർ ആയിരുന്നു. എന്നാൽ മിർ ജാഫറിനെ മുമ്പേ തന്നെ ബ്രിട്ടീഷേഴ്സ് എന്ത് ചെയ്യുന്നു, കമ്പനി എന്ത് ചെയ്യുന്നു, ബ്രൈഡഡ് ആക്കിയിരുന്നു. അതായത് കൈക്കൂലി കൊടുത്ത് അയാളെ തങ്ങളുടെ പാട്ടിലാക്കിയിരുന്നു ബ്രിട്ടീഷേഴ്സ്. കൈക്കൂലി എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ദ സിറാജുദ്ദൗലാസ് ക്രഷിങ് ഹി വിൽ ബിക്കം ദ നവാബ് എന്ന പ്രോമിസ് കൊടുത്തിരുന്നു ബൈ ദ കമ്പനി ടു മിർ ജാഫർ. മിർ ജാഫർ സിറാജുദ്ദൗലയുടെ കമാൻഡർ ആയിരുന്നു. ആ കമാൻഡർക്ക് എന്തുകൊടുത്തു, പ്രോമിസ് കൊടുത്തു, ആഫ്റ്റർ ക്രഷിങ് സിറാജുദ്ദൗല ഹി വിൽ മേക്ക് ദ നവാബ് ഓഫ് ബംഗാൾ എന്നുള്ളത്. ഇപ്പം മിർ ജാഫർ കമാൻഡർ ആയിരുന്നു, നവാബ് ആകാം എന്നുള്ള മുഖത്തോട് കൂടിയിട്ട് എന്ത് ചെയ്തു, ഹി ഡിഡിൻ ഫൈറ്റ് ഇൻ ദ ബാറ്റിൽ ഇയാൾ ജയിക്കാൻ വേണ്ടിയിട്ട് യാതൊരുവിധ തരത്തിലുള്ള യുദ്ധം നടത്തിയില്ല ബ്രിട്ടീഷേഴ്സായിട്ട്. ബ്രിട്ടീഷേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇയാൾ ബാറ്റിൽ നടത്തിയിരുന്നത്. ദാറ്റ് ഇസ് വൈ one of the main reason for the defeat of Nawab was the forces led by Mir Jafar, one of the Sirajuddaulas commanders. He never fought the battle എന്ന് അയാൾ ജയിക്കാൻ വേണ്ടിയിട്ട് യുദ്ധം ചെയ്തില്ല. ക്ലൈവ് ഹാവ് മാനേജ് ടു സെക്യൂർ ഹിസ് സപ്പോർട്ട്, കാരണം റോബർട്ട് ക്ലൈവിനെയാണ് ഇയാൾ സപ്പോർട്ട് ചെയ്തത്. എങ്ങനെയാണ് സപ്പോർട്ട് കൊടുക്കാൻ കാരണം, ബൈ പ്രോമിസിങ് ടു മേക്ക് ഹിം നവാബ് ആഫ്റ്റർ ക്രഷിങ് സിറാജുദ്ദൗല. സിറാജുദ്ദൗലയെ പരാജയപ്പെടുത്തിയതിനു ശേഷം നിന്നെ നവാബാക്കാം എന്നുള്ള പ്രോമിസ് കൊടുത്ത് റോബർട്ട് ക്ലൈവ് അയാളെ സപ്പോർട്ട് സെക്യൂർ ആക്കിയിരുന്നു. സോ ദാറ്റ് ഇസ് വൈ സിറാജുദ്ദൗല ഡിഫീറ്റഡ് ഇൻ ബാറ്റിൽ ഓഫ് പ്ലാസി. ഓക്കെ, the battle of Plassey became famous because it was the first major victory the company won in India. ഇന്ത്യയിൽ കമ്പനി നേടിയിട്ടുള്ള ആദ്യത്തെ മേജർ വിക്ടറി ആയിരുന്നു, വിജയമായിരുന്നു ബാറ്റിൽ ഓഫ് പ്ലാസി. സോ ബാറ്റിൽ ഓഫ് പ്ലാസി ഈസ് എ ഫേമസ്. ഓക്കെ, now we saw about the battle of Plassey. Then take your next page, 14th. After the defeat of Plassey, Sirajuddaulah was assassinated and Mir Jafar made the Nawab. പ്ലാസിയിൽ ഡിഫീറ്റഡ് ആയപ്പോൾ സിറാജുദ്ദൗലയെ അസാസിനേറ്റ് ചെയ്തു, മീൻസ് കിൽഡ്, കൊന്നു. ആൻഡ് മിർ ജാഫർ മെയ്ഡ് ദ നവാബ്. ആഫ്റ്റർ ദാറ്റ് മിർ ജാഫർ ബിക്കെയിം ദ നവാബ്. ദ കമ്പനി വാസ് സ്റ്റിൽ അൺവില്ലിംഗ് ടു ടേക്ക് ഓവർ ദ റെസ്പോൺസിബിലിറ്റി ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഫസ്റ്റിൽ ഐ ടോൾഡ് യു ദ ബ്രിട്ടീഷേഴ്സ് ഡിഡിൻ റെഡി ടു ടേക്ക് ദ അഡ്മിനിസ്ട്രേറ്റീവ് റെസ്പോൺസിബിലിറ്റി. ഇന്ത്യക്കാരെ ഭരിക്കുക എന്നുള്ള ഒരു റോള് പ്ലേ ചെയ്യാൻ അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നില്ല. അവർക്ക് മെയിനായിട്ട് ട്രേഡ് ചെയ്യുക, മാക്സിമം പ്രോഫിറ്റ് മേക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു. എന്നാൽ അപ്പോഴും എന്താണ്, ദ കമ്പനി വാസ് സ്റ്റിൽ അൺവില്ലിംഗ് ടു മേക്ക്, അത് അപ്പോഴും എന്തായിരുന്നു, അൺവില്ലിംഗ് ആയിരുന്നു, റെഡി ആയിരുന്നില്ല ടു ടേക്ക് ഓവർ ദ റെസ്പോൺസിബിലിറ്റി ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഇറ്റ്സ് പ്രൈം ഒബ്ജക്റ്റീവ് വാസ് ടു എക്സ്പാൻഷൻ ഓഫ് ട്രേഡ്. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ബ്രിട്ടീഷ് വാസ് expand the trade, കച്ചവടം വർദ്ധിപ്പിക്കുക, വികസിപ്പിക്കുക. If this could be done without conquest, through the help of local rulers who were willing to grant privileges, then territories need not be taken over directly. What is saying that its prime objective was to expansion of trade. Trade വളർത്തുക എന്നുള്ളതായിരുന്നു അവരുടെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്. If this could be done, ഇത് സാധ്യമാവുകയാണെങ്കിൽ, വിത്തൗട്ട് ദ കോൺക്വസ്റ്റ് മീൻസ് ഏരിയാസ് പിടിച്ചെടുക്കാതെ, അപ്പോൾ ട്രേഡ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, ത്രൂ ദ ഹെൽപ്പ് ഓഫ് ലോക്കൽ റൂളേഴ്സ്, അവിടെയുള്ള ലോക്കൽ റൂളേഴ്സിൻ്റെ ഹെൽപ്പോടുകൂടി, ഹു ആർ വില്ലിംഗ് ടു ഗ്രാൻഡ് പ്രിവിലേജസ്. എങ്ങനെയായിരിക്കും അവരുടെ ഹെൽപ്പ്, അവ പ്രിവിലേജസ് കൊടുത്തുകൊണ്ട് ടെറിട്ടറീസ്. അപ്പോൾ എങ്ങനെയായിരിക്കും, ടെറിട്ടറീസ് നീഡ് നോട്ട് ബി ടേക്കൺ ഓവർ ഡയറക്ട്ലി. അങ്ങനെയാണെങ്കിൽ ഈ ഏരിയാസ് എന്ത് ചെയ്തില്ല, ഡയറക്റ്റായിട്ട് പിടിച്ചെടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അതാണ് പറയുന്നത്, the company
still unwilling to take over the responsibility of administration. ഒരു ഏരിയ കോൺക്വർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെയുള്ള അഡ്മിനിസ്ട്രേഷൻ എന്ത് ചെയ്യണം, ഏറ്റെടുക്കണം. എന്നാൽ അതിന് അവർ അൺവില്ലിങ് ആയിരുന്നു. ഇറ്റ്സ് പ്രൈം ഒബ്ജക്റ്റീവ് വാസ് ടു എക്സ്പാൻഡ് ദ ട്രേഡ്. ഇഫ് ദിസ് കുഡ് ബി ഡൺ വിതൗട്ട് ദ കോൺക്വസ്റ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലോക്കൽ റൂളേഴ്സ് ഹൂ ആർ വില്ലിങ് ടു ഗ്രാൻഡ് പ്രിവിലേജസ്, ലോക്കൽ റൂളേഴ്സിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് പ്രിവിലേജസ് അവർക്ക് ഗ്രാൻഡ് ചെയ്തിട്ട് ആ ഏരിയ പിടിച്ചെടുക്കാതെ ട്രേഡ് എക്സ്പാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് കോൺക്വർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അവർ ആ പാരഗ്രാഫിൽ പറയുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് പാരഗ്രാഫ്. സൂൺ ദ കമ്പനി ഡിസ്കവേർഡ് ദാറ്റ് ദിസ് വാസ് റാദർ ഡിഫിക്കൽട്ട്. എന്നാൽ ഏരിയാസ് കോൺക്വർ ചെയ്യാതെ അവരുടെ റൂളിങ്ങിൽ ഇൻ്റർഫിയർ ആവാതെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ട്രേഡ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ദേ കുഡ് അണ്ടർസ്റ്റാൻഡ്. ഫോർ ഈവൻ ദ പപ്പറ്റ് നവാബ് were not always as helpful as the company wanted them to be. After all, they had to maintain a basic appearance of dignity and sovereignty if they wanted respect from their subject. Even the puppet നവാബ്, ഒരുപാട് നവാബ്സിന് അവർക്ക് പപ്പറ്റായിട്ട് കിട്ടി. അതായത് അവർ ആവശ്യമുള്ള വേസിലൂടെ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന റൂളേഴ്സായിട്ട് കിട്ടി. അപ്പോൾ ഈവൻ ദ പപ്പറ്റ് നവാബ്സ് were not always helpful as company wanted them to. കമ്പനി ആവശ്യപ്പെടുന്ന രീതിയിൽ ഹെൽപ്ഫുൾ ആയിരുന്നതല്ല പപ്പറ്റ് നവാബ് ടു. After all, they had to maintain a basic appearance of dignity and sovereignty if they wanted respect from their side. After all, they want to maintain, എല്ലാ നവാബ്സിനും പപ്പറ്റാണെങ്കിൽ പോലും അവരോട് എന്ത് ചെയ്യണമായിരുന്നു, ഡിഗ്നിറ്റിയും സോവർണിറ്റിയോട് കൂടിയിട്ട് ഫോളോ ചെയ്യണമായിരുന്നു. സോ they could understand. Company discovered that this was rather difficult without the expand the trade. Conquer ചെയ്യാതെ ട്രേഡ് എക്സ്പാൻഡ് ചെയ്യാന്നുള്ള ഡിഫിക്കൽട്ട് ആണെന്ന് they could understand. Okay, even the puppet nawabs too, which are not always as helpful. What could the company do in this situation? When Mir Jafar protested, the company deposed him and installed Mir Qasim in his place. Mir Jafar ആയിരുന്നു സിറാജുദ്ദൗലയെ പരാജയപ്പെടുത്തിയതിനു ശേഷം കമാൻഡിംഗ് ഓഫീസർ എന്ന മിർ ജാഫറിനെ നവാബായിട്ട് ഇൻസ്റ്റാൾ ചെയ്തു. എന്നാൽ നവാബും സംടൈംസ് വിച്ച് പ്രൊട്ടസ്റ്റഡ് മീൻസ് എതിർത്തു എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷേഴ്സ്. സോ ഹി ഡിപ്പോസ്ഡ് മീൻസ് ഒഴിവാക്കി സ്ഥാനത്തിൽ നിന്ന്. ആൻഡ് ഇൻസ്റ്റാൾഡ് മിർ ഖാസിം. വെൻ മിർ ഖാസിം കംപ്ലൈൻറ്റ്, മിർ ഖാസിം കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളും എന്ത് ചെയ്തു, പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇൻ ടേം he was defeated in the battle, fought at Buxar, driven out of Bengal, and Mir Jafar was reinstalled. എന്നാൽ മിർ ജാഫർ പ്രൊട്ടസ്റ്റ് ചെയ്തപ്പോൾ മിർ ഖാസിമിനെ ഇൻസ്റ്റാൾ ചെയ്തു. മിർ ഖാസിം പ്രൊട്ടസ്റ്റ് ചെയ്തപ്പോൾ അയാളെ ഇത് ബക്സാർ എന്നുള്ള യുദ്ധത്തിൽ വെച്ചിട്ട് ബാറ്റിൽ വെച്ചിട്ട് പരാജയപ്പെടുത്തി. 1764 ഡ്രൈവൺ ഔട്ട് ഓഫ് ബംഗാളിൽ നിന്ന് അയാൾ ഒഴിവാക്കി. ആൻഡ് മിർ ജാഫർ വാസ് റീഇൻസ്റ്റാൾഡ്. മിർ ജാഫറിനെ again installed. Then the Nawab had to pay 5 lakh even every month, but the company wanted more money to finance its war and meet the demands of trade and its other expenses. It wanted more territories and more revenue. After the death of assassination of Sirajuddaula, the old Nawabs wanted to pay 5 lakh rupee every month to Britishers. So the Nawab had to pay 5 lakh every month, but the company wanted more money. മന്ത്ലി 5 ലാഖിനൊഴുകെ പുറമെ വേറെയും എന്ത് ചെയ്തു, അതും ഇവർക്ക് തികയാതെ വന്നു. വാണ്ടഡ് ടു മോർ മണി ടു ഫിനാൻസ് ദിസ് വാർ. മറ്റു ഏരിയസായിട്ട് യുദ്ധങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇയാൾക്ക് കൂടുതൽ ക്യാഷ് വേണ്ടി വന്നു. സോ ആൻഡ് മീറ്റ് ദ ഡിമാൻഡ്സ് ഓഫ് ട്രേഡ് ആൻഡ് ഇറ്റ്സ് അതർ എക്സ്പെൻസസ്. വാറിന് വേണ്ടിയിട്ടും ട്രേഡിന് വേണ്ടിയിട്ടും മറ്റ് പല എക്സ്പെൻസസിന് വേണ്ടിയിട്ടും they wanted more money. Then it wanted more territories and more revenue. അപ്പോൾ more territories, more areas, more land ഇന്ത്യക്കാരിൽ നിന്ന് കൈയടക്കിയെങ്കിൽ മാത്രമേ അതിൽ നിന്ന് റവന്യൂ കളക്ട് ചെയ്യാൻ പറ്റൂ, കൂടുതൽ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് they could understand. So by the time Mir Jafar died in 1765, the mood of company had changed. മിർ ജാഫർ മരിക്കുന്നത് വരെ അവരങ്ങനെ തുടർന്നു. എന്നാൽ ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് മിർ ജാഫർ ഇൻ 1765 the company's mood changed. Then, having failed to work with Puppet Nawab, Clive declared, "We must indeed become Nawab ourselves."
പപ്പറ്റ് റൂളറുമായിട്ട് സഹകരിച്ചു പോകാൻ ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഹാവിങ് ഫെയിൽഡ് ടു വർക്ക് വിത്ത് പപ്പറ്റ് നവാബ്സായിട്ട് വർക്ക് ചെയ്ത് പോകാൻ ഫെയിലായപ്പോൾ അവർ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ക്ലൈവ് ഡിക്ലെയർ ചെയ്തു വി മസ്റ്റ് ഇൻഡീഡ് നവാബ് അവർ സെൽസ് മീൻസ് തങ്ങൾ തന്നെ നവാബായിട്ട് മാറേണ്ടി വരും ബംഗാളിൽ എന്നുള്ളത് റോബർട്ട് ക്ലൈവ് കമാൻഡിങ് ഓഫീസറായിരുന്നു റോബർട്ട് ക്ലൈവ് ഡിക്ലെയർ ചെയ്തു. ഓക്കെ, then what is saying in that paragraph, what could be the company do when Mir Jafar protested? The company deposed him and installed Mir Qasim in his place. When Mir Qasim complained, he in turn was defeated in a battle fought at Buxar 1764, driven out of Bengal, and Mir Jafar was reinstalled. The Nawab had to pay 5 lakh every month, but the company wanted more money to finance its war and meet the demands of trade and its other expenses. It wanted more territories and more revenue. By the time Mir Jafar died in 1765, the mood of company had changed. Having failed to work with the puppet Nawabs, Clive declared that we must indeed become the Nawabs ourselves. The next paragraph, finally, in 1765, the Mughal emperor appointed the company as the Diwan of provinces of Bengal. 1765 അവിടെ ഉണ്ടായിരുന്ന മുഗൾ എംപറർ എന്ത് ചെയ്തു, ബംഗാളിലുള്ള പ്രോവിൻസസിലുള്ള ദിവാനായിട്ട് കമ്പനിയെ ഇൻസ്റ്റാൾ ചെയ്തു, ദിവാൻ ഓഫ് ബംഗാൾ. ഓക്കെ, ദിവാനാവുക എന്ന് പറഞ്ഞാൽ ആ ഏരിയാസിൽ നിന്ന് അവർക്ക് റവന്യൂ നികുതി കളക്ട് ചെയ്യാമെന്നുള്ളതാണ് പറയുന്നത്. The Diwani allowed the company to use the vast revenue resources of Bengal. ബംഗാളിലുള്ള റവന്യൂ റിസോഴ്സസ് എല്ലാം കളക്ട് ചെയ്യാനും ഈ ദിവാനി പവർ കൊണ്ട് ഇവർക്ക് കിട്ടി. This solved a major problem that the company had earlier faced. ഷോർട്ടേജ് ഓഫ് മണി ആയിരുന്നു അവർ ഫേസ് ചെയ്തിരുന്ന പ്രോബ്ലം. ആ ഫേസ് ചെയ്ത പ്രോബ്ലം അവർ സോൾവ് ചെയ്തു ദിവാനി പവർ കിട്ടിയപ്പോൾ. ഫ്രം ദ ഏർലി 18th century, its trade with India had expanded, but it had to buy most of goods in India with gold and silver imported from India. We saw from the early 18th century, the East India Company started trade with India, but at that time, the East India Company trade with India with gold and silver imported from Britain. ബ്രിട്ടനിൽ നിന്ന് ഗോൾഡും സിൽവറും ഇന്ത്യയിലോട്ട് ഇമ്പോർട്ട് ചെയ്തു. അതിന് പകരമായിട്ട് അവർക്ക് ആവശ്യമുള്ള കോട്ടൺ, സിൽക്ക്, സ്പൈസസ് ഇതെല്ലാം എക്സ്പോർട്ട് ചെയ്യായിരുന്നു. ഏർലി 18th century the company did. But this was because at this time Britain had no goods to sell in India. ബ്രിട്ടീഷേഴ്സിന് മറ്റൊരു തരത്തിലുള്ള ഗുഡ്സും ഇന്ത്യയിൽ വിൽക്കാനുണ്ടായിരുന്നില്ല. ഗോൾഡും സിൽവറും ഇന്ത്യയിൽ കൊണ്ടുവന്ന് പകരമായിട്ട് അവർക്ക് ആവശ്യമുള്ളത് എക്സ്പോർട്ട് ചെയ്തു. എന്നാൽ ദ ഔട്ട്ഫ്ലോ ഓഫ് ഗോൾഡ് ഫ്രം ബ്രിട്ടൻ സോൾവ്ഡ് ആഫ്റ്റർ ദ ബാറ്റിൽ ഓഫ് പ്ലാസി. ആഫ്റ്റർ ദ ബാറ്റിൽ ഓഫ് പ്ലാസി ബ്രിട്ടനിൽ നിന്ന് ഗോൾഡും സിൽവറും ഇങ്ങോട്ട് ഒഴുകുക, ഔട്ട്ഫ്ലോ ഇങ്ങോട്ട് ഒഴുകുക എന്നുള്ളത് സ്റ്റോപ്ഡായി. കാരണം ആഫ്റ്റർ ദ ബാറ്റിൽ ഓഫ് പ്ലാസിയിൽ എൻറ്റയർലി സ്റ്റോപ്ഡ് ആഫ്റ്റർ ദ അസംഷൻ ഓഫ് ദിവാനി. ബാറ്റിൽ ഓഫ് പ്ലാസി സിറാജുദ്ദൗലയെ പരാജയപ്പെടുത്തി മിർജാഫറിനെ നവാബായിട്ട് ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ അന്ന് മുതൽ 5 lakh എവരി മന്ത് ഇവർ കൊടുക്കേണ്ടിരുന്നു ബ്രിട്ടീഷേഴ്സിന്. അത് വെച്ചിട്ട് അവർക്ക് പല ആവശ്യങ്ങളും നിറവേറ്റി. ബട്ട് അത് നോട്ട് ഇനഫ് ഫോർ വാർ എക്സ്പെൻസസ് ആൻഡ് ട്രേഡ് ഓർ അതർ എക്സ്പെൻസസ്. അതിന് മതിയാകാതെ വന്നപ്പോഴാണ് again they tried to Robert Clive declared that we must indeed become the Nawab of Bengal. അങ്ങനെ മുഗൾ എംപയർസ് എന്ത് ചെയ്തു, ദിവാനി റൈറ്റ് കൊടുത്തു ബംഗാളിനെ ടു ദ ബ്രിട്ടീഷേഴ്സ്. ദിവാനി റൈറ്റ് എന്ന് പറഞ്ഞാൽ ആ ഏരിയാസിൽ ദിവാനായിട്ട് അവർക്ക് നികുതി അല്ലെങ്കിൽ ടാക്സ് കളക്ട് ചെയ്യാന്നുള്ളതായിരുന്നു. ഏർലി 18th century they did trade with India with import of gold and silver and export items from India. But the outflow of that gold and silver stopped after the Battle of Plassey. After the Battle of Plassey, 5 lakh every month കൊടുക്കേണ്ടി വന്നപ്പോൾ ഈ ഗോൾഡും സിൽവറും ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത് നിർത്തലാക്കി. അത് എൻറ്റയർലി സ്റ്റോപ്ഡ് ആഫ്റ്റർ ദ അസംഷൻ ഓഫ് ദിവാനി. പിന്നീടാണ് ദിവാനി പവർ കിട്ടിയത് ബംഗാളിൽ. അതോടുകൂടിയിട്ട് എല്ലാ ഐറ്റംസും ബ്രിട്ടനിൽ നിന്ന് ഇന്ത്യയിലോട്ട് കൊണ്ടുവന്നത് സ്റ്റോപ്ഡായി. ഇന്ത്യയിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ദിവാനി പവർ കൊണ്ട് കളക്ട് ചെയ്യുന്ന ടാക്സ് കൊണ്ട് തന്നെ അവർക്ക് എല്ലാ എക്സ്പെൻസസിനും യൂസ് ചെയ്യാൻ പറ്റി. ഓക്കെ,
Now revenue from India could finance companies expenses. ഇന്ത്യയിൽ നിന്നുള്ള റവന്യൂ തന്നെ കമ്പനിയുടെ എക്സ്പെൻസസിന് വേണ്ടിയിട്ട് they could use. This revenue could be used to purchase cotton and silk textiles in India, maintain company troops, and meet the cost of building the company fort and offices at Calcutta. India revenue from the revenues could be used. ദിവാനി പവർ കൊണ്ട് അവർക്ക് ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റി, റവന്യൂ കളക്ട് ചെയ്യാൻ പറ്റി. ഈ റവന്യൂ കൊണ്ട് ദേ ക്യാൻ യൂസ് പർച്ചേസ് കോട്ടൺ ആൻഡ് സിൽക്ക് ടെക്സ്റ്റൈൽ. ഇന്ത്യയിൽ നിന്ന് വാങ്ങാൻ പറ്റി കോട്ടൺ ആൻഡ് സിൽക്ക് ടെക്സ്റ്റൈൽസ്. ആൻഡ് ഓൾസോ മെയിൻറ്റെയിൻ കമ്പനി ട്രൂപ്സ് മീൻസ് സോൾജിയേഴ്സ്, പട്ടാളക്കാരെ നോക്കി നടത്താൻ. ആൻഡ് മെയ്ഡ് ദ കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് കമ്പനി ഫോർട്ട്. ഇന്ത്യയിൽ ഫോർട്ട് ഉണ്ടാക്കുന്നതിന് അതിനുള്ള എക്സ്പെൻസസിന് വേണ്ടിയിട്ടും കൽക്കട്ടയിൽ ഫോർട്ട് ഉണ്ടാക്കുന്നതിനുള്ള എക്സ്പെൻസസിന് വേണ്ടിയിട്ടെല്ലാം they could use the revenue as getting Diwani, okay, from Bengal. So today we studied about the Battle of Plassey, fought with the Britishers and Sirajuddaula in 1756 and 1757 failed, defeated the Sirajuddaula because of the his commander Mir Jafar didn't fought for which success. He worked for Robert Clive because he gave the promise to become the Nawab of Bengal after the crushing of Sirajuddaula. After the Battle of Plassey, company won. It is a famous Battle of Plassey because it was the first victory of Britishers in India. Then after the defeat of Sirajuddaula, Mir Jafar became the Nawab. Then the company didn't ready to interfere in the administration. He wanted to only expand its trade. Then it is difficult. They could understand it is difficult to expand trade without conquer the territories. Then Mir Jafar sometimes protested. Because of that, deposed him and installed Mir Qasim. And Mir Qasim too protested, and he defeated the battle at Batsar and driven out of Bengal, and again reinstalled Mir Jafar. After the Battle of Plassey, every month the Nawabs wanted to give 5 lakh rupees to Britishers, but it is not enough for them for finances wars and for make fort. So after the died of Mir Jafar, the Robert Clive declared that he must indeed become the Nawab of Bengal. So in 1765, the Mughal emperor had given the status of company Diwani power. He got Diwani. Diwani means they can collect tax from Bengal. So they faced the shortage of money that solved. When the early 18th century, they start trade with India with gold and silver import to India, but that stopped when after the Battle of Plassey. After the Battle of Plassey, they got to 5 lakh rupee from Nawabs, but it entirely stopped because of they got Diwani power. With this revenue, they can use all its expenses, and they can purchase cotton and silk, maintain company troops, meet the cost building the company fort and offices at Calcutta. Next we want to study about the company officials become Nawabs. Company officials become Nabobs, that we can study in later. So all should read what we studied from this chapter. Then if you didn't understand anything, you can ask to me. And I would like to give an assignment to you that make 10 fill in the blanks question answers what we studied from this chapter, that you want to submit in WhatsApp group. And I got your numbers, and then I will mark those who submit and those who will not submit. So all should submit as early as possible. Okay. And from this chapter, we again want to discuss about some more pages that we can discuss in the next class. Okay. Thank you.